നമുക്ക് ഇന്ന് ഡിക്ഷണറി എന്താണെന്ന് കാണാം. ഡിക്ഷണറി ഈസ് എ കളക്ഷൻ ഓഫ് കീ വാല്യൂ പെയേഴ്സ്. നമുക്കൊരു എക്സാമ്പിൾ എടുക്കാം. മന്ത്സ് ഈക്വൽ ടു ഓപ്പണിംഗ് കർലി ബ്രാക്കറ്റ് 1 ജാനുവരി 2 ഫെബ്രുവരി 3 മാർച്ച് ക്ലോസിംഗ് കർലി ബ്രാക്കറ്റ് ഷിഫ്റ്റ് പ്ലസ് എൻ്റർ. ഇവിടെ നമ്മൾ മന്ത്സ് എന്ന് പറഞ്ഞ ഒരു ഡിക്ഷണറിയാണ് ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. അതിലെന്താ ഉള്ളത്? കീ വാല്യൂ പേയേഴ്സ് ഉള്ളത്. കീ എന്ന് പറഞ്ഞാൽ ഇവിടെ 1, 2, 3 ഇതെല്ലാം കീ ആണ്. ജാനുവരി, ഫെബ്രുവരി, മാർച്ച് ഇതെല്ലാം വാല്യൂസ് ആണ്. 1 എന്ന കീക്ക് കറസ്പോണ്ടിങ് ആയിട്ടുള്ള വാല്യൂ ആണ് ജാനുവരി, 2 എന്ന് പറഞ്ഞ കീക്ക് കറസ്പോണ്ടിങ് ആയിട്ടുള്ള വാല്യൂ ആണ് ഫെബ്രുവരി, 3 എന്ന് പറഞ്ഞ കീക്ക് കറസ്പോണ്ടിങ് ആയിട്ടുള്ള വാല്യൂ ആണ് മാർച്ച്. മന്ത്സ് ഓഫ് 3 ഇങ്ങനെ പറഞ്ഞാൽ ഈ വാല്യൂ നമുക്ക് കിട്ടും. ഈ കീ ഉപയോഗിച്ചാണ് നമ്മൾ ഈ വാല്യൂസ് എല്ലാം ഡിസ്പ്ലേയിൽ പ്രിന്റ് ചെയ്യുന്നത്. മന്ത്സ് ഓഫ് 1 എന്ന് പറഞ്ഞാൽ 1ലിരിക്കുന്ന വാല്യൂ ഏതാണെന്ന് കിട്ടും. 2 എന്ന് പറഞ്ഞാൽ 2ലിരിക്കുന്ന വാല്യൂ. ഇനി ഇതിലില്ലാത്ത ഒരു വാല്യൂ നമ്മൾ ആക്സസ് ചെയ്യാൻ നോക്കിയെന്ന് വെച്ചോ. ഇതിലിപ്പം 4 എന്ന് പറഞ്ഞാൽ ഒരു കീ ഇല്ലല്ലോ. നമ്മൾ ആ കീ ഉപയോഗിച്ച് അതിന്റെ വാല്യൂ ആക്സസ് ചെയ്യാൻ നോക്കുകയാണ്. അന്നേരം നമുക്ക് എറർ ആയിരിക്കും റെസ്പോൺസിൽ കിട്ടുക. വേറൊരു വേ ഉള്ളത് മന്ത്സ് ഡോട്ട് ഗെറ്റ് എന്ന് പറഞ്ഞൊരു ഫംഗ്ഷനാണ്. നമുക്ക് ഈ 3യുടെ വാല്യൂ വേണം. അന്നേരം മന്ത്സ് ഡോട്ട് ഗെറ്റ് 3 എന്ന് പറയാം. 2ന്റെ വാല്യൂ വേണം, മന്ത്സ് ഡോട്ട് ഗെറ്റ് 2 എന്ന് പറയാം. 1ന്റെ വാല്യൂ വേണം, മന്ത്സ് ഡോട്ട് ഗെറ്റ് 1 എന്ന് പറയാം. ഇനി ഇതിലില്ലാത്തൊരു വാല്യൂ മന്ത്സ് ഡോട്ട് ഗെറ്റ് എന്ന് പറഞ്ഞ ഈ ഫംഗ്ഷൻ ഉപയോഗിച്ചിട്ട് നമ്മൾ ആക്സസ് ചെയ്യുമ്പോൾ ആ സാധനം ഇല്ലേല് നമുക്ക് എന്തേലും ഡിസ്പ്ലേയിൽ കാണിക്കണേല് അത് ഈ രണ്ടാമത്തെ ഫീൽഡിൽ കൊടുക്കുക, രണ്ടാമത്തെ ഇൻപുട്ട് ആയിട്ട് കൊടുക്കുക. ഇപ്പൊ 4 എന്ന് പറഞ്ഞ സംഭവം ഇല്ലേല് നമ്മൾ -1 റിട്ടേൺ ചെയ്യുക. അതാണ് ആ സ്റ്റേറ്റ്മെന്റ് കൊണ്ട് അർത്ഥമാക്കുന്നത്. ഇനി 0 ആണ് 4 എന്ന് പറഞ്ഞ സംഭവം ഇല്ലേല് റിട്ടേൺ ചെയ്യേണ്ടതെങ്കിൽ 0 എന്ന് രണ്ടാമത്തെ ഫീൽഡിൽ കൊടുക്കുക. നമ്മൾ രണ്ടാമത്തെ ഫീൽഡിൽ ഒന്നും കൊടുത്തില്ല, ഇവിടെ ആ കീയും ഇല്ല. അങ്ങനെ ഒരു സിറ്റുവേഷൻ ആണെങ്കിൽ ഇത് എറർ പ്രൊഡ്യൂസ് ചെയ്യുന്നില്ല. ഇവിടെ മന്ത്സ് ഓഫ് 4 എന്ന് നമ്മൾ ആക്സസ് ചെയ്യാൻ നോക്കിയപ്പം ഒരു എറർ വന്നു. അതേസമയം മന്ത്സ് ഡോട്ട് ഗെറ്റ് ഓഫ് 4 എന്ന് പറഞ്ഞാൽ എറർ വന്നില്ല. പ്രിന്റ് മന്ത്സ് ഡോട്ട് കീസ്. ഇവിടെയുള്ള കീസ് എല്ലാം നമുക്കൊരു ലിസ്റ്റിൽ തരും. മന്ത്സ് ഡോട്ട് കീസ് എന്ന് പറഞ്ഞ ഈ ഫംഗ്ഷൻ. മന്ത്സ് ഡോട്ട് വാല്യൂസ്, അവിടെയുള്ള വാല്യൂസ് എല്ലാം ജാനുവരി, ഫെബ്രുവരി, മാർച്ച് എന്ന് പറഞ്ഞ വാല്യൂസ് എല്ലാം ഡിസ്പ്ലേയിൽ തരും. മന്ത്സ് ഡോട്ട് ഐറ്റംസ് എന്ന് പറഞ്ഞാൽ ഒരു ലിസ്റ്റ് ഓഫ് ടപ്പിൾ തരും. ഇതൊരു ലിസ്റ്റാണ്, ലിസ്റ്റ് ഓഫ് ടപ്പിൾ വിത്ത് കീസ് ആൻഡ് വാല്യൂസ്. 1 കീ ആണ്, വാല്യൂ ജാനുവരി ആണ്. 2 ഒരു കീ ആണ്, അതിന്റെ വാല്യൂ ഫെബ്രുവരി ആണ്. 3 ഒരു വേറൊരു കീ ആണ്, അതിന്റെ വാല്യൂ മാർച്ച് ആണ്. ഇവിടെ നമുക്കൊരു ലിസ്റ്റ് ഉണ്ട്. L ഈക്വൽ ടു ലിസ്റ്റ് ഓഫ് ടപ്പിൾ ആണ്. A,1 B,2. അതിനെ ഒരു ഡിക്ഷണറി ആക്കി മാറ്റാൻ ഡിക്റ്റ് ഓഫ് L. അന്നേരം നമുക്കൊരു ഡിക്ഷണറി കിട്ടി. ഇവിടെ നമ്മൾ ഡി എന്ന് പറഞ്ഞ ഒരു ഡിക്ഷണറി ഉണ്ട്. ഈ ഡി എന്ന് പറഞ്ഞ ഡിക്ഷണറിയുടെ ഒരു കോപ്പി നമ്മൾ എടുത്തു വെക്കാൻ നോക്കുകയാണ്. A ഈക്വൽ ടു D. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഈ 1 എന്ന് പറഞ്ഞ ഈ കീയുടെ വാല്യൂ നമ്മൾ മാറ്റാൻ നോക്കുക. A(1) ഈക്വൽ ടു 2. അന്നേരം നിങ്ങൾ നോക്കിയാൽ കാണാം, നിങ്ങൾ ഇവിടെ സത്യത്തിൽ കോപ്പി ചെയ്യാൻ നോക്കിയത്. ഡിയുടെ ഒരു കോപ്പി നിങ്ങൾ ഇവിടെ ക്രിയേറ്റ് ചെയ്യാൻ നോക്കി, എന്നിട്ട് A ചേഞ്ച് ചെയ്തു. A മാത്രം നിങ്ങൾ ചേഞ്ച് ചെയ്തുള്ളൂ, പക്ഷേ ഇവിടെ ഡിയും ചേഞ്ച് ആയിപ്പോയി. അതുകൊണ്ട് ഇങ്ങനെ കോപ്പി ചെയ്ത് കഴിഞ്ഞാൽ അങ്ങനെ ഒരു ഇഷ്യൂ വരും. അത് സോൾവ് ചെയ്യാൻ d.copy എന്ന് പറഞ്ഞ ഒരു ഫംഗ്ഷൻ ഉണ്ട്. ഇനി നിങ്ങൾ A ചേഞ്ച് ചെയ്തപ്പോൾ A മാത്രമേ ചേഞ്ച് ആവത്തുള്ളൂ. നമുക്ക് ഔട്ട്പുട്ട് പ്രിന്റ് ചെയ്ത് നോക്കാം. ഇവിടെ A മാത്രമല്ല ചേഞ്ച് ആയുള്ളൂ. എയിലെ 1 മാത്രമേ ചേഞ്ച് ആയുള്ളൂ, ഡിയിലെ ചേഞ്ച് ആയില്ല. അതാണ് ഈ കോപ്പി ഫംഗ്ഷന്റെ യൂസ്. ഒരു ഡിക്ഷണറി കോപ്പി ചെയ്യുമ്പോൾ നിങ്ങൾ എപ്പോഴും ഡോട്ട് കോപ്പി യൂസ് ചെയ്യണം. ഇല്ലേല് നിങ്ങൾ കോപ്പി ചെയ്ത ഡിക്ഷണറി ചേഞ്ച് ആവും. ഡിക്റ്റ് ഡോട്ട് ഫ്രം കീസ്. ഒരു ഡിക്ഷണറി ഈ കീസിൽ നിന്ന് നിങ്ങൾക്ക് ഉണ്ടാക്കിയെടുക്കണം. ഇവിടെ 1, 2, 3 എന്ന് പറഞ്ഞ കീസ് നിങ്ങൾ ഒരു ലിസ്റ്റിൽ കൊടുത്തു. അന്നേരം ഒരു ഡിക്ഷണറി ഉണ്ടാക്കി, അതിന്റെ എല്ലാം വാല്യൂസ് നൺ ആണ്. D ഈക്വൽ ടു 1:A 2:B 3:C അങ്ങനെ ഒരു ഡിക്ഷണറി നമ്മൾ ക്രിയേറ്റ് ചെയ്യാണ്. എന്നിട്ട് 1 in D എന്ന് പറഞ്ഞാൽ 1 എന്ന് പറഞ്ഞ കീ ഡിക്ഷണറിയിൽ ഉണ്ടോ എന്നാണ് നോക്കുന്നത്. 1 എന്ന് പറഞ്ഞ കീ ഡിക്ഷണറിയിൽ ഉണ്ട്, അതുകൊണ്ട് ട്രൂ കിട്ടി. A in D എന്ന് പറഞ്ഞ കീ ഡിക്ഷണറിയിൽ ഉണ്ടോ എന്നാണ് നമ്മൾ നോക്കുന്നത്. ഇല്ല. A എന്ന് പറഞ്ഞ കീ ഉണ്ടോ? ഇല്ല. ഇവിടെ വാല്യൂ ആണ് സത്യത്തിൽ A എന്ന് പറഞ്ഞ, അതുകൊണ്ട് ഇത് ഫാൾസ് റിട്ടേൺ ചെയ്യണം. D(4) ഈക്വൽ ടു D. നമ്മൾ പുതിയൊരു എലമെന്റ് ഈ ഡിക്ഷണറിയിലോട്ട് വെക്കാൻ പോവാണ്. ഒരു കീ വാല്യൂ പെയർ 4:D. അത് ഇങ്ങനെയാണ് നമ്മൾ ചെയ്യുന്നത്. D(5) ഈക്വൽ ടു E. 5 എന്ന് പറഞ്ഞ ഒരു കീയും E എന്ന് പറഞ്ഞ ഒരു വാല്യൂയും വെക്കാൻ പോവാണ്. പ്രിന്റ് D. നമുക്ക് 4:D യും 5:E യും ആ ഡിക്ഷണറിയിൽ കിട്ടി.
d.pop4 ഈ കീനെയും വാല്യൂനെ നമുക്ക് ഡിലീറ്റ് ചെയ്യണം. അതിന് ഈ പോപ്പ് ഫംഗ്ഷൻ നമുക്ക് യൂസ് ചെയ്യാം. പോപ്പിന്റെ അകത്ത് ഏതാണോ കീ നിങ്ങൾക്ക് ഡിലീറ്റ് ചെയ്യേണ്ടത് ആ കീ കൊടുക്കുക. ഈ പോപ്പ് ഫംഗ്ഷൻ നിങ്ങൾ ഡിലീറ്റ് ചെയ്ത വാല്യൂ അത് റിട്ടേൺ ചെയ്ത് തരും. 4ന്റെ വാല്യൂ ഇവിടെ നിങ്ങൾ 4 എന്ന കീയും അതിന്റെ വാല്യൂ ആണ് നിങ്ങൾ ഡിലീറ്റ് ചെയ്യാൻ നോക്കിയത്. അന്നേരം അതിന്റെ ഔട്ട്പുട്ടായിട്ട് നിങ്ങൾക്ക് 4ന്റെ വാല്യൂ കിട്ടി. പ്രിന്റ് ഇപ്പോൾ 4 ഡിലീറ്റ് ആയിട്ടുണ്ട് ആ ഡിക്ഷണറിയിൽ നിന്ന്. d.clear ചെയ്യുക ഈ ലിസ്റ്റിലെ എല്ലാ സംഭവങ്ങളെയും അങ്ങ് ഡിലീറ്റ് ചെയ്ത് കളയും. ഇപ്പൊ ലിസ്റ്റ് എം ഡി ആയി. del d എന്ന് പറഞ്ഞാൽ ആ d എന്ന് പറഞ്ഞ വേരിയബിള് കംപ്ലീറ്റ്ലി ഫ്രീ ആക്കുകയാണ്. നമ്മൾ ഈ ഡിക്ഷണറിയെ ഡിലീറ്റ് ആക്കുകയാണ്. del d ഇപ്പൊ ഡിക്ഷണറി ഡിലീറ്റ് ആയി. ഇനി നമ്മൾ d എന്ന് പ്രിന്റ് ചെയ്യാൻ നോക്കിക്കഴിഞ്ഞാൽ d എന്ന് പറഞ്ഞ ഒരു വേരിയബിള് ഇല്ലെന്ന് പറയും. നെയിം d ഈസ് നോട്ട് ഡിഫൈൻഡ്. ഇവിടെ 2 ഡിക്ഷണറീസ് ഉണ്ട്, എയും ബിയും. a.update b എന്ന് പറഞ്ഞാൽ ബിയിലുള്ള കീ വാല്യൂ പേയേഴ്സ് എയിലോട്ട് കയറുക എന്നാണ് അർത്ഥം. പ്രിന്റ് എ പ്രിന്റ് ബി. ഇപ്പൊ നിങ്ങൾ നോക്കിയാൽ കാണാം ബിയിലുള്ള കീ വാല്യൂ പെയർ അത് എയിലോട്ട് വന്നു. 1:A 2:B 3:C. ബിയില് 3:C മാത്രമേ ഉള്ളൂ. താങ്ക് യു ഗൈസ്.